മുതിര കൊണ്ട് നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കിയാലോ? മുതിര കഴിച്ചാൽ കുതിരയുടെ ശക്തി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ നമ്മുടെ മുതിര. മുതിര വെച്ചിട്ട് പലതരം റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. മുതിര സൂപ്പും അതുപോലെ മുതിര പൊങ്ങിച്ചിട്ട് വൈകുന്നേരം ചായക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് മുതിര ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുതിർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ്. നമുക്കിത് പിറ്റേന്ന് നല്ലപോലെ ഒന്ന് 2-3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഇത്തിരി മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് സിമ്മിലും വെച്ച് വേവിച്ചതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-6 കുഞ്ഞുള്ളി ഒന്ന് ചതക്കിയതുമാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ചതക്കിയതാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിതിൽ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ചുവന്ന മുളക് പൊടിയില്ലേ, അതും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു 1/2 ടീസ്പൂൺ മതിയാകും. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ്. ഇത്തിരി അളവ് കൂടിപ്പോയി കഴിഞ്ഞാലും ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് കൊണ്ടുവന്ന മുതിര ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വെന്തുടയേണ്ട ആവശ്യമില്ല. നമുക്കിത് ചോറിന് തോരനായിട്ട് കഴിക്കാം, അതുപോലെ തന്നെ ഡിന്നറായിട്ട് കഴിക്കാം, പിന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് കൊടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് തൊട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുതിര വെച്ചിട്ടുള്ള റെസിപ്പിയുടെ റെഡിയായി. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ ചെറിയുള്ളിയും കുഞ്ഞുള്ളിയും പിന്നെ നമ്മളെ ചില്ലി ഫ്ലേക്സും ചേർക്കാൻ മറക്കരുത്. അതാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.